എഴുതിയിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ പേരെന്തായിരുന്നു? ആഗസ്റ്റ് വിപ്ലവം പുലിനും ആടിച്ചു നിർത്തിയ ഗാനം ഗ്രാമം എന്ന അർത്ഥമുള്ള ശങ്കരൻ മാസ്റ്ററാണ്. അദ്ദേഹം ഞാനിപ്പോൾ വളരെ കാലത്തിന് വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ്. കൂടാതെ അവർ ക്ലാസ്സിൽ നോക്കാൻ വെച്ച് പഠിപ്പിക്കും. അതെന്താ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് വെച്ചാൽ ഈ പുസ്തകം എഴുതുവാനുള്ള പ്രേരണ എന്താണ്? പുസ്തകം വളരെ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ നടന്ന ചില സമര ചരിത്രങ്ങൾ നേരിട്ട് പലരിൽ നിന്നും പങ്കെടുത്ത ആളുകളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ അടുത്ത തലമുറ അറിയണമെന്ന് അടുത്ത തലമുറയ്ക്ക് ഈ അറിവ് രേഖപ്പെടുത്തി വെക്കണമെന്നതുകൊണ്ടാണ് പുസ്തകം എഴുതിയത്. 92 ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷം നടക്കുമ്പോൾ അന്ന് ജീവിച്ചിരുന്ന പോരാളികളുമായി അഭിമുഖ സംഭാഷണങ്ങൾ നടത്തി ശേഖരിച്ച വസ്തുതകൾ കോഴിക്കോട് ജില്ലയിലെ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര ഭടന്മാരുമായി അഭിമുഖം നടത്തി ശേഖരിച്ച വസ്തുതകളാണ് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ടതാണ് എന്നതുകൊണ്ടാണ് അത് എഴുതിയത്. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ മൊത്തം ഇന്ത്യ കൺസിഡർ ചെയ്യുമ്പോൾ സോഷ്യലിസ്റ്റുകളാണ് അതിൽ മുൻപന്തിയിൽ നിന്നതാണ്. ഇവിടെയും അങ്ങനെ ആയിരുന്നു. അതല്ല, കോൺഗ്രസിൻ്റെ എല്ലാ വിഭാഗങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാകുന്നു. ഇവിടെ സോഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്ന രീതിയിലല്ല ഒരു വിഭജനം ഉണ്ടായിട്ടുള്ളത്. കേളപ്പജിയും CKജിയും പാർട്ടി ഭിന്നിച്ചപ്പോൾ അതിൽ കേളപ്പജി വിഭാഗത്തോടൊപ്പം നിന്ന ആളുകളാണ് ക്വിറ്റ് ഇന്ത്യ വിപ്ലവത്തിലുണ്ടായിരുന്നത്. അവരെ സോഷ്യലിസ്റ്റുകൾ കേളപ്പജിയാണല്ലോ കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ, അതായത് കോൺഗ്രസ് സോഷ്യലിസ്റ്റിൻ്റെ ആദ്യത്തെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന കേളപ്പജിയാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ പറയാം. ചേമഞ്ചേരി പ്രദേശത്ത് മാത്രമുള്ളവരല്ല, പുറത്തുള്ള ആൾക്കാരും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് അറിയുന്നുണ്ടോ? ചേമഞ്ചേരിയുമായി ആഗസ്റ്റ് 19 ഇവിടെ നടന്ന സമരത്തിൽ ചേമഞ്ചേരിയിൽ നിന്ന് പുറത്തുള്ള ആളുകൾക്ക് കാര്യമായ പങ്കൊന്നുമില്ല. ഇപ്പോൾ ഇവിടുത്തെ വിഭജനത്തിനനുസരിച്ച് താമസം തൊട്ടടുത്ത പഞ്ചായത്തിലേക്ക് മാറ്റിയ ആരെങ്കിലും ഉണ്ട് എന്നല്ലാതെ മറ്റ് ദൂരദേശങ്ങളിൽ നിന്ന് വന്ന ആർക്കും തന്നെ ഇതിൽ യാതൊരു പങ്കുമില്ല. പെട്ടെന്നുള്ള ഒരു ഇത് പ്രത്യേകിച്ച് നമ്മൾ സാധാരണ നമ്മൾ ഗാന്ധിയനാശയത്തിൽ കുറച്ച് വ്യത്യസ്തമായ ആണല്ലോ. പെട്ടെന്നുള്ള ഒരു വികാരത്തിൽ ഉണ്ടായതാണ്. അതല്ല, ഇത് നമ്മുടെ പ്രിപ്പയറായിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. പെട്ടെന്നുണ്ട് അത് കണ്ടായിരിക്കും. ഇത് പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിൻ്റെ പേരിലുള്ള ഒരു സമരമല്ല. ഇവിടെ 1930 മുതൽ ദേശീയ പ്രസ്ഥാനം വളരെ സജീവമായിരുന്നു. 30 മുതൽ 42 വരെയുള്ള കാലഘട്ടത്തിൽ 12 സ്വാതന്ത്ര്യ സമര സേനാനികൾ 6 മാസം മുതൽ 2.5 വർഷത്തിലധികം വരെ ജയിൽ ശിക്ഷ അനുഭവിച്ചവരാണ്. അവർ ഈ അഹിംസാ മാർഗത്തിലുള്ള സമരത്തിൽ എന്താ പറയുക, അല്പം ഒരു നിരാശ ബോധത്തോടു കൂടി എങ്ങനെയെങ്കിലും സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങണമെന്ന നിലയിൽ നടത്തിയ ഒരു പോരാട്ടമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം ആഹ്വാനം ചെയ്യുക കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അതായത് ജീവഹാനി വരുത്താതെയുള്ള ഏത് തരം അട്ടിമറി പ്രവർത്തനങ്ങളെയും കോൺഗ്രസ് ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതൃത്വം അംഗീകരിച്ചിരുന്നു. അതും പുസ്തകത്തിൽ ആ കാര്യങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. താങ്കളുടെ കുടുംബാംഗങ്ങൾ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? എൻ്റെ പിതാവ് ശ്രീ KV മാധവൻ കിടാവ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. എൻ്റെ മാതാവ് അതേപോലെ തന്നെ ഖാദി പ്രചാരക ആ രീതിയിൽ പ്രവർത്തിച്ച ആളുകളാണ്. അച്ഛൻ്റെ സഹോദരൻ ഗോവിന്ദൻ കിടാവ് ഉൾപ്പെടെയുള്ള ആളുകൾ, അമ്മാവൻ ഉൾപ്പെടെയുള്ള ആളുകൾ
അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ്. എൻ്റെ പിതാവ് 42-ൽ 2.5 വർഷത്തിലധികം ഒളിവിൽ കഴിഞ്ഞ് പ്രവർത്തിച്ച് 45-ൽ പോലീസിൽ പിടിക്കപ്പെട്ട ആളാണ്. ചരിത്രകാരന്മാർ ഈ സമരത്തെ പിന്തള്ളി എന്ന് പറയുന്നു. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വല്ല കാരണമുണ്ടോ? എന്താ ചോദ്യം? ചരിത്രകാരന്മാരെ നമ്മുടെ ഈ പറഞ്ഞ ക്ഷമനീകരണ കാര്യത്തെപ്പറ്റി വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുക എന്ന് നമ്മൾ നോട്ടീസ് പറഞ്ഞാൽ കാണും. അത് ചരിത്രകാരന്മാർ പ്രാധാന്യം കൊടുത്തില്ല എന്ന് പറയുന്നത് അത് ലിഖിത ചരിത്രത്തിൽ പേര് വന്നിട്ടുള്ള ആളുകൾ, മാധവൻ കിടാവ്, ഉണ്ണി നായർ, അപ്പു നായർ, അതുപോലുള്ള കുറേ ആളുകളുണ്ട്. അതിനപ്പുറം ഈ സമരത്തിലുണ്ടായിരുന്ന കുറേ ആളുകൾ അവഗണിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ തിക്കോടിയൻ്റെ പ്രശസ്തമായ കേന്ദ്ര സാഹിത്യ അക്കാദമിയും സംസ്ഥാന സാഹിത്യ അക്കാദമിയും അവാർഡ് നേടിയ അരങ്ങു കാണാത്ത നടൻ എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി ചേമഞ്ചേരിയെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. 3 പേജ്, 186 മുതൽ 189 വരെയുള്ള പേജുകൾ ചേമഞ്ചേരിയെപ്പറ്റി പറയുന്നുണ്ട്. അതുപോലെ നിരവധി പുസ്തകങ്ങളിലും ഗ്രന്ഥങ്ങളിലും പരാമർശമുണ്ട്. പക്ഷേ ഒരു താഴെത്തട്ടിൽ പ്രവർത്തിച്ച ഒരു വിഭാഗം പ്രവർത്തകരും പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു.